അല്ല, അത് നമ്മൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ആ കോടതിയുടെ പരിഗണന അനുസരിച്ചിട്ട് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയുടെ നാളെയാണ് പരിഗണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ അതിനെക്കുറിച്ച് എനിക്കിപ്പം എന്തറിയോ, കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇപ്പൊ നമുക്ക് പറ്റുന്ന ഇന്നത്തെ യോഗ നടപടികളിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും തീരുമാനമായില്ല. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമൊന്നും ആയില്ല. ബി സി യോഗം പിരിച്ചുവിട്ടോ? ബി സി യോഗം പിരിച്ചുവിട്ടു. അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേരുന്നു എന്നൊരു വാർത്ത കിട്ടുന്നു. അത് വസ്തുതയാണോ? വസ്തുതയാണ്. അല്ല, നമുക്ക് ആ യോഗത്തിൽ ഇരിക്കാൻ എന്തറിയോ, ബി സി പിരിച്ചുവിടുന്ന ഒരു യോഗത്തിൽ നമുക്ക് ഇരിക്കുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒന്നും തീരുമാനമായിട്ടില്ല. ഒരു ചോദ്യം, UDF അംഗം എന്ന നിലയിൽ ഈ സസ്പെൻഷൻ നടപടിക്ക് ഒപ്പമാണോ അതിനെതിരാണോ? ഒരിക്കലും നമ്മൾ ഒരു വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല. അത് തികച്ചും തെറ്റാണ്. അപ്പൊ സസ്പെൻഷൻ നടപടിക്ക് എതിരാണ് താങ്കൾ. പക്ഷേ യോഗത്തിൽ ഭൂരിപക്ഷ നിലപാടിനൊപ്പമല്ല. കോൺഗ്രസ് അംഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയുടെ തീരുമാനം വരട്ടെ. ഇതിനെക്കുറിച്ചുള്ള തീരുമാനം കോടതിയുടെ ഒരു തീരുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കോടതിയിൽ ഇരിക്കുന്ന തീരുമാനമാണ്. അത് ഞാൻ പറയാം, കോടതിയുടെ ഒരു തീരുമാനമാണ്. അല്ല, അതിപ്പോ ആൾറെഡി അൽകുമാർ സാർ കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസിന്റെ വിധി നാളെ വാദത്തിൽ വിളിച്ചിരിക്കുകയാണ്. അതിനൊരു തീരുമാനം നാളെ ഉണ്ടാവട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച പറയാം. അതിപ്പോ സീനിയർ മോസ്റ്റ് സിൻഡിക്കേറ്റ് മെമ്പർ വെച്ചിട്ട് ഇപ്പൊ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ചിലപ്പോൾ തീരുമാനമെടുക്കും. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നമ്മൾ അതിലൊരു ക്ലാരിറ്റി വരുത്തണം. സാർ സിൻഡിക്കേറ്റ് അംഗമാണ്, ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. നാളെ സർവകലാശാലയുടേതായി കൊടുക്കാൻ പോകുന്ന അഫിഡവിറ്റ് എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ഒക്കത്തില്ല. അത് ഞാൻ പറഞ്ഞു, നാളെ അത് കോടതി തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനിയായ വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങി. അല്ല അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത യോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോടതി ഞാൻ പറയും, ബി സിയുടെ രജിസ്ട്രാറുടെ ഒന്നും അല്ല ഞാൻ പറയുന്നത്. കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് അത് കോടതിക്കൊപ്പമാണ്. കോടതി